ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അംഗൻവാടിയുടെ പ്രവേശനോത്സവമാണ്. 2 ദിവസം വീഡിയോ എടുത്തിട്ട് ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ രാവിലെയാണ് ഇഹാൻകുട്ടനെ വിളിച്ച് നിൽക്കണം. 3 വയസ്സായിട്ടില്ല, 3 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ അംഗൻവാടി ചേർക്കുള്ളൂ. അപ്പം ഞങ്ങൾ ആലോചിച്ച് പ്രീ സ്കൂളാണോ അംഗൻവാടിയാണോ ബെറ്റർ. അപ്പം 2 വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ. അപ്പം നമ്മൾ ഇപ്പോഴല്ലേ അപ്പം ഞങ്ങൾ അംഗൻവാടി വിടാൻ തൊട്ടടുത്താണ്, നമുക്ക് കൊണ്ടുവിടാനും കൊണ്ടുവരാനും പറ്റും. കൂടാതെ തന്നെ 3:30 വരെ നമുക്ക് അംഗൻവാടി അടുത്ത പ്ലേ സ്കൂളിൽ 8 മണി തൊട്ട് 12 വരെയേ ഉള്ളൂ. അപ്പോൾ രാവിലെ ആകെ സ്ട്രെസ്സാവും. കുറച്ച് നാളും കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അംഗൻവാടി തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. പക്ഷേ 3 വയസ്സായിട്ടേ നമുക്ക് പറ്റുള്ളൂ. പക്ഷേ പ്രവേശനോത്സവം നമുക്ക് ടീച്ചർ വിളിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ ഇഹാൻകുട്ടനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഇഹാൻകുട്ടീനെ എഴുന്നേറ്റ് നമ്മൾ ഇഡലിയും തക്കാളി ചട്നിയും വെള്ള ചട്നിയുമാണ്, തേങ്ങാ ചട്നിയാണ് കൊടുക്കുന്നത്. അതാണ് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പുള്ളീനെ ഫുഡൊക്കെ കഴിപ്പിച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോവാണ്. ഇനി അടുത്ത വട്ടം കുളിക്കാൻ പോകുന്നത്. രാവിലെ വെള്ളമൊക്കെ കോരി കുഞ്ഞാവിക്ക് കൊടുക്കുന്നുണ്ട് കുളിക്കാൻ വേണ്ടി. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് അവനെ കുളിപ്പിക്കുന്നത്. എന്നിട്ട് അവൻ കുറേ നേരം അതിനകത്തിരുന്ന് കളിക്കും. പുള്ളിനെ നമ്മൾ കുളിപ്പിക്കുന്നത്. പുള്ളി ആസ്വദിച്ച് കുളിക്കും കേട്ടോ. 1.5 മണിക്കൂർ പുള്ളി രാവിലെ കുളിച്ച് കഴിഞ്ഞ് പുള്ളി പൗഡറൊക്കെ ഇടുവാണ്. പൗഡർ ഇടുന്നില്ല, ഞങ്ങൾ ഊതി കളിക്കുകയാണ്. രാവിലെ അവൻ ഊതിയൊക്കെ കളിച്ച് പൗഡറൊക്കെ ഇട്ട് അവന് തന്നെ ഇടാനുള്ള വാശിയാണ്. അവനതിന് വേണ്ടി നിൽക്കുകയാണ്. നല്ലതാണോ? ഉപ്പാണോ അതിനകത്ത്? ഇല്ല. ഇനി മോത്തട് അതിനുശേഷം ഞങ്ങളെല്ലാവരുടെയും അനുഗ്രഹമൊക്കെ മേടിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ സ്കൂട്ടറിൽ പോവാണ്. തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ 10:30 ചെല്ലണമെന്ന് പറഞ്ഞു. 10:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം സ്കൂട്ടർ എടുത്ത് പോവുകയാണ്. മുമ്പിൽ തന്നെയാണ് ആളിരിക്കുന്നത്. ഹെൽമെറ്റ് വെക്കാത്തത് തൊട്ടടുത്തായതുകൊണ്ടാണ് നമ്മൾ വേഗം ചെന്നപ്പോഴത്തേനെ എല്ലാവരും എത്തി. അവിടെ കുറേ സെൽഫി സ്റ്റിക്ക് പോലത്തെ കുറേ ബാനറുകൾ ടീച്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ലൈനൊക്കെ നിന്ന് പ്ലക്കടൊക്കെ പിടിച്ച് പിള്ളേരെല്ലാവരും കൂടെ ആഘോഷിച്ച് പോവുകയായിരുന്നു. പിന്നെ ടീച്ചർ ഓരോരുത്തരെ വരിയായിട്ട് കയറ്റി ചന്ദനമൊക്കെ കൊടുത്ത് ഫ്ലവറൊക്കെ കൊടുത്താണ് കയറ്റിയത്. അങ്ങോട്ട് തന്നെ എല്ലാവരെയും കണ്ട് ഭയങ്കര വിഷയമായിരുന്നു. അവിടെ കിടന്ന് കരഞ്ഞു. അത് കഴിഞ്ഞ് താഴെ ഇറങ്ങാൻ പറ്റില്ല, എൻ്റെ ഇളയിലേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇവരൊക്കെ 3 വയസ്സായ പിള്ളേരാണ്, അതുകൊണ്ടായിരിക്കും അറിയില്ല. ഇവൻ ഇച്ചിരി സോഷ്യൽ, അതുകൊണ്ട് പിള്ളേരെ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അവരെ ആ ആഗ്രഹത്തോടു കൂടി തന്നെ മറ്റുള്ള കുട്ടികളെക്കാൾ കൂടുതൽ അവർ ആഗ്രഹത്തോടുകൂടി അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മിക്കവാറും ടീച്ചർമാർ മറ്റുള്ള സ്കൂളുകളിൽ നിന്ന് ടീച്ചർമാർ കുട്ടികളെ അന്വേഷിച്ച് വരുമ്പോൾ അവർ അംഗൻവാടിയിൽ നിന്ന് വന്ന കുട്ടികളാണ് ഞങ്ങൾക്ക് ഒന്നും അറിയേണ്ട ടീച്ചറെ അവരെല്ലാം ചെയ്യുന്നത്. അങ്ങനെ പറയുന്ന ടീച്ചർമാരുണ്ട്. അവരെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. അത് ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് പോന്നു. അവിടെ ഇലയുടെയും ചായയൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും കഴിക്കാൻ അവൻ നിർത്തിയില്ല. അവിടെ നിന്ന് കിട്ടിയ തൊപ്പിയും പൂവായിട്ട് പുള്ളി വീട്ടിൽ വന്നിട്ട് ഭയങ്കര പ്രാക്ടീസായിരുന്നു. അത് വെച്ചുകൊണ്ട് പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അങ്ങനെ പുള്ളിയുടേതായ കലാപരങ്ങൾ അവിടെ വെച്ച് കണ്ടല്ലോ കൂട്ടുകാരെല്ലാം നിൽക്കുന്നത്. അത് കണ്ടുകൊണ്ട് ഇവിടെ വന്നു. ഇന്ന് ഇഹാൻകുട്ടൻ്റെ അംഗൻവാടിയിലെ പ്രവേശനോത്സവമായിരുന്നു. അപ്പോൾ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി ടീച്ചർ തന്നെ ഉണ്ടാക്കിയ ഫ്ലവർ ആർട്ട് നല്ല ഭംഗിയുണ്ട്. ടീച്ചർ ഭയങ്കര എഫേർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു ടീച്ചർ. പിന്നെ ടീച്ചർ എല്ലാവർക്കും ഒരു ക്യാപ്പ് കൊടുത്തു. അതും നല്ല ഭംഗിയിൽ ടീച്ചർ റെഡിയാക്കിയിട്ടുണ്ട്. ചാർട്ട് പേപ്പർ വെച്ചൊട്ടിച്ച് അതിവിടെ വന്നപ്പോഴത്തേക്കിനും അവനത് ശരിയാക്കി. പക്ഷേ അത് നല്ല ഭംഗിയുണ്ട്. എല്ലാ പിള്ളേർക്കും ഉണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഗിഫ്റ്റ് പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞാൽ വന്നത്. പക്ഷെ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പൊട്ടിച്ചെന്നാന്ന് അറിയണമല്ലോ പുള്ളിക്ക്. അപ്പോൾ ഒരു സ്ലേറ്റും
സ്ലേറ്റിൻ്റെ കല്ല് പെൻസിലുമാണ്. സ്ലേറ്റിൻ്റെ പെൻസിലുമാണ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാ കുഞ്ഞു മക്കൾക്കും നല്ലൊരു ഭാവി നേരുന്നു. എല്ലാവരും അംഗൻവാടി പോവുക, പഠിക്കുക. അപ്പം മിഹാങ്കുട്ടൻ്റെ അംഗൻവാടി പിന്നെ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു.